അപ്പുറത്തെ ഇത്താത്ത അമ്മയെ കാണാൻ വന്നല്ലോ. എന്തു മണമുള്ള പലഹാരമാ കൊണ്ടുവന്നേ. അവിടെ കല്യാണമായിരുന്നു ഇന്ന്. ഒരുപാട് സ്വർണം ഉണ്ടായിരുന്നു പറയുന്ന കേട്ടു. സ്വർണം കുറഞ്ഞാൽ പെൺകുട്ടികളെ ഉപദ്രവിക്കുമെന്ന്. എനിക്ക് അച്ഛൻ സ്വർണം തരുവോ? എനിക്ക് പക്ഷെ വേണ്ട. എനിക്ക് എന്റെ അച്ഛനും അമ്മയും മതി. എന്തോ ഒരു ചോറിന്റെ പേരും പറയുന്ന കേട്ടു. ആ, ബിരിയാണിന്ന്. അമ്മ കഴിച്ചപ്പോ എനിക്കും കിട്ടി ഇത്തിരി. കൊള്ളാട്ടോ, സൂപ്പറാ. അല്ലല്ല, ഇങ്ങനെ പാട്ടും കൂത്തും മാത്രം മതിയോ? ബിരിയാണി വെക്കണില്ലേ? എന്നാൽ പെട്ടെന്ന് നോക്കി ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിരിക്കണ്. എല്ലാരും അവിടെ ഇരുന്നോളിൻ, കുത്തിയിരുന്നോളിൻ. ബിരിയാണി ദാ ഇപ്പൊ വെക്കാം. ആ, ഞമ്മളാണ് പോക്കരി, കല്യാണ പോക്കരി. നാട്ടില് എവിടെ കല്യാണം ഉണ്ടോ അവിടെ ഞമ്മളുണ്ടാവും, പോക്കരുണ്ടാവും. എവിടെ പോക്കരുണ്ടോ അവിടെ കല്യാണം ഉണ്ടാവും. ആ, അതെന്നെ. ഇന്നാട്ടില് നടന്നേലുമൊക്കെ ഏറ്റവും വലിയ കല്യാണമാണ് അല്ല നമ്മുടെ സുലൈമാൻ ഹാജിന്റെ മോടെ കല്യാണം. അങ്ങനെ ചെറുതായി നടത്താൻ പറ്റുമോ? ഇന്നാട്ടിൽ ആദ്യമായിട്ട് കപ്പൽ കയറിയ ആളല്ലേ സുലൈമാൻ ഹാജി. ഇതാണ് നമ്മൾ പറഞ്ഞ സുലൈമാൻ ഹാജി. സംഗതി മൂപ്പര് വലിയ സംഭവമൊക്കെ ആണേലും എപ്പോഴും മൂപ്പരുടെ കൂടെ നിഴല് പോലെ മൂപ്പരുടെ ബീഡരുണ്ടാവും. സംഗതി അതന്നെ. ആചാർക്ക് കതീശുത്താനെ പേടിയാണ്. ഏത് നിങ്ങക്ക് പുടി കിട്ടിയോ? ആ, മുടി കിട്ടും. ഈ കല്യാണം കഴിഞ്ഞാലും കുറെ കൊല്ലത്തേക്ക് ഈ നാട്ടുകാർ പറയും, കല്യാണം എന്ന് പറഞ്ഞാല് അത് സുലൈമാൻ ഹാജിയുടെ മോടെ കല്യാണാണ്. അതുറപ്പല്ലേ? ആ, ഇതൊരു ബിരിയാണി കല്യാണം. മധുപൂസിയെ വേണ്ടവർക്ക് മധുപൂസിയെ, തന്തൂരി വേണ്ടവർക്ക് തന്തൂരി. അല്ല ആചാരെ, അപ്പൊ കല്യാണത്തിന് ഒട്ടകത്തിന്റെ ബിരിയാണി വെക്കില്ലേ? ഒട്ടകത്തിന്റെ ബിരിയാണിയോ? ഓ ഇന്റെ ആചാരെ, നമ്മുടെ മൂശാദിന്റെ മോടെ കല്യാണത്തിന് 4 ഒട്ടകത്തിനല്ലേ അർത്ഥത്? ആഹാ, ഓ 4 എണ്ണത്തിന് അറുത്തെങ്കില് നമ്മൾ 40 എണ്ണത്തിന് അറുക്കും. അല്ല പിന്നെ ഒട്ടകവും ഒന്നും അല്ലെന്നേ. ഈ കല്യാണത്തിന് സുലൈമാൻ ഹാജി കണ്ടുവച്ചേക്കണത് ഒരു വെറൈറ്റിയാണ്. അതെന്ത് വെറൈറ്റിയാ? ആലം ദുനിയാവില് പെരുമ കേട്ട ബിരിയാണി, ബസുമതി അരിന്റെ ബിരിയാണി. ബസുമതി അരിന്റെ ബിരിയാണി, ഹാജിയാർ ബിരിയാണി, ബസുമതി അരിന്റെ ബിരിയാണി. ബസുമതി അരിയുടെ ബിരിയാണിയോ? റബ്ബേ, പറയുമ്പോ തന്നെ അതിന്റെ മണം മൂക്കിലോട്ട് കേറുക. അല്ല, ബസുമതി അരിയുടെ ബിരിയാണി വെക്കാൻ അറിയാവുന്നവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ആ, അതിനൊക്കെ പറ്റിയ ഒരാളെ നമ്മൾ ഇറക്കുമതി ചെയ്യേക്കണം. ഇറക്കുമതിയോ? ആ, അങ്ങ് അബുദാബിയിലെ ഷെയ്ഖിന്റെ കൊട്ടാരത്തിലെ ബിരിയാണി വെക്കണ ആളാ. ആളിപ്പോ ഇങ്ങെത്തും. അല്ല അയ്യാരെ, മൂപ്പര് ദുബായിൽ നിന്ന് ലോറിയിലാണോ വരുന്നേ? അതെന്താ, മൂപ്പർ ആനയാണോ? ആ, ചെറിയൊരു ആനക്കുട്ടി തന്നെ. ഇതൊരാനക്കുട്ടിയൊന്നും അല്ല മക്കളെ, നല്ല നാടൻ ആളാണ്. അസ്സലാമു അലൈക്കും. കൈഫ ഹാൽ? അല്ലാ അയ്യാരെ, അതിന്റെ ആള് നമ്മളല്ലേ? കൈഫ ഹാൽ? ഓക്കരെ, വേഗം ബിരിയാണി വെക്കണ ചെമ്പ് കാണിച്ചു. അറബിയേ, നടക്ക് നടക്ക്. ചെമ്പ് അവിടെ ഉണ്ട്.
ആ നടക്ക്. ബിരിയാണി 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 ബസുമതി അരിന്റെ ബിരിയാണി. ഓ നിർത്ത്. ബസുമതി അരിന്റെ ബിരിയാണി വെക്കണ കാര്യമല്ലേ അത് ഞമ്മൾ ഏറ്റിരിക്കുന്നത്. മലയാളിയാണല്ലേ? എന്നാ ബന്നോളി ബന്നോളി, ചെമ്പ് നമ്മള് കാണിച്ചു തരാം. സതീശോ, ജി വേഗം കല്യാണ പെണ്ണിനെ പന്തലിലേക്ക് ഇറക്ക്. ഓളിപ്പോ വരും. പുത്തനിലഞ്ഞിക്ക് പൂവിരിഞ്ഞേ, മുറ്റത്തെ മുല്ലയ്ക്ക് പൂ നിറഞ്ഞേ, ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ, മുഞ്ചത്തെ മാണിക്ക കണ്ണാളെ, റംഗിൻ താമര പൂന്തേനെ, തടുത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. പടച്ച റബ്ബേ, ഇതെന്താ ജ്വല്ലറിയുടെ പരസ്യോ? മുഴുവനും ഇട്ടിട്ടില്ല, ഓക്ക് പൊന്താത്തോണ്ടാ. ബാക്കി പെട്ടിയിൽ പൂട്ടി വെച്ചിരിക്കുകയാണ്. ആ കല്യാണത്തിന് വന്ന ഒരാള് പോലും കല്യാണ പെണ്ണിന്റെ മേത്തൂന്ന് കണ്ണെടുക്കരുത്. അത് ഖദീജന്റെ ഒരു വാശിയാ. ആ ഇച്ചു വന്നോ? നിങ്ങൾ ആ ചട്ട എടുത്ത് കയ്യെ കൊടുക്കീ. ഓൻ ബിരിയാണി വെക്കാൻ പഠിക്കട്ടെ എന്ന്. ജി ബീഹാറിൽ എവിടെയാ? സിവാൽ അവിടെ എന്തായിരുന്നു പണി? കൽക്കരിയുടെ. എന്നാലേ ഇത് അവിടെ വെച്ചോ, എന്നിട്ട് ആ പച്ച പെട്ടി ഇങ്ങെടുത്തോ. അല്ല, നീ അവിടെ ജോലി എടുത്താല് ഒരു ദിവസം എത്ര ഉറുപ്പി കിട്ടും? ക്യാ? എടോ, ഒരു ദിവസം ജോലി ജോലി, ഉറുപ്പിയ ഉറുപ്പിക. ഓ കാം കാം. എത്ര ഉറുപ്പിയ കിട്ടും? 10 റുപ്യ. നമ്മളൊക്കെ ഒരു നേരം തിന്നുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ, 19 ഉറുപ്പിയ വരില്ലേ? 10 രൂപ കൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കും? 10 വർഷം മുൻപാണ് 10 റുപ്യ, ഇപ്പോൾ 50 റുപ്യ കിട്ടും. എന്നാലും 50 ഉറുപ്പിയ കൊണ്ട് എങ്ങനെയാ? സാബ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാർ ജീവിക്കാൻ വേണ്ടിയാ ഭക്ഷണം കഴിക്കുക. അപ്പറഞ്ഞത് ശരിയാ. ഇവിടെ ചിലവരൊക്കെ തിന്നാൻ വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്. ഇവിടെ ഇപ്പോ ഓരോരോ പുകിലാ കല്യാണത്തിന്. അതെ അതെ, ഭക്ഷണം പാഴാക്കുന്നതാണ് ഇപ്പോഴത്തെ ഭാഷ. ബസുമതി അരിന്റെ ബിരിയാണി കണ്ടിട്ടുണ്ടോ നീ? എൻ്റെ അമ്മയ്ക്ക് അനിയത്തീന് വയറ്റിലുണ്ടായ സമയത്ത് ബസുമതി അരിന്റെ ബിരിയാണി തിന്നാൻ ഒരു കൊതി. എൻ്റെ അച്ഛൻ 50 ഗ്രാം അരി വാങ്ങി ബിരിയാണി വെച്ചു. പക്ഷെ എങ്കില് അമ്മ അത് തിന്നില്ല, അത് മുഴുവനും എനിക്ക് തന്നു. എനിക്കിന്ന് 4 വയസ്സ്. ഞാനിത് ഭാര്യ ഭാര്യ തിന്നുന്നത് നിറഞ്ഞ കണ്ണോടെ നോക്കി നിൽക്കുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്തെന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ വിശപ്പാ, വിശപ്പിന്റെ നിലവിളിയാ. ഭൂഖ് കീജേ. ഹായ്, നല്ല മണം ബിരിയാണീന്റെ. കല്യാണമാണെന്ന് തോന്നുന്നു. വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നിങ്ങളൊക്കെ എവിടുന്നാ? ഞങ്ങൾ ഞങ്ങൾ കടക്കൂ പുറത്ത്. നിങ്ങളൊക്കെ ആരാ ഇവിടേക്ക് കടത്തി വിട്ടത്? തിന്നോളി തിന്നോളി, വള്ള നിറച്ച് തിന്നോളി. ഓ, എന്തൊരു നാറ്റം! ഇത്തിരി മുമ്പ് വരെ എന്തൊരു മണമായിരുന്നു, ഇപ്പോ നാറിയിട്ട് പാടില്ല. മനുഷ്യന് ഇതുപോലെയാ, ചമഞ്ഞ് നടക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടമാ. തത്തുപോയാലോ? ഇനി എന്താ ചെയ്യുക? പെട്ടി മൂട് തന്നെ. ആ, അവിടെ കുയിച്ചോ. അവിടെ അവിടെ അവിടെ. ആയം കിത്തന. വലിയ കുഴി കുഴിച്ചോളീൻ. പെട്ടെന്ന് പെട്ടെന്ന്. മണമടിച്ചിട്ട് വയ്യ. പിന്നല്ലാണ്ട് ദമ്മ പൊട്ടിക്കാത്ത 2 ചെമ്പല്ലേ ബാക്കി. ആ, അത് മതി, അത് മതി. തട്ടിക്കോ, തട്ടിക്കോ. സാർ, बाजरा 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 चाहिए चाहिए, बाजरा बाजरा। भैया भैया, मुझे 1 बाजरा चाहिए। कितना बाजरा चाहिए? 1। पैसा ले लो। पैसा? पैसा नहीं है। भैया भैया, मुझे भूख लगती है, मुझे भूख लगती है।
बहन बहन मुझे भूख लगती है, मुझे भूख लगती है, मेरा पास पैसा नहीं है। मुझे भूख लगती है बहन, मुझे भूख लगती है। भैया मेरा पास पैसा नहीं है, एक बाजरा दे दो। पैसा नहीं है तो बाजरा नहीं देगा। चलो चलो चलो। അതെ, വിശപ്പിനെ ആർക്കും പിടിച്ചു വെക്കാനാവില്ല. വിശന്നിട്ട് എന്റെ അനിയത്തിയുടെ കഴിച്ചിൽ ഇപ്പോഴും എന്റെ കാതുകളിലുണ്ട്. എടാ, ഈ ബിരിയാണി ചെമ്പെടുത്ത് തട്ടാന് അന്നോടല്ലേ പറഞ്ഞത്? സാബ്, എടാ പിടിക്ക്, പിടിക്കടാ. തട്ടിക്കൊള്ളി. കല്യാണത്തിന് വന്നവരൊക്കെ മൂടും തട്ടി ഒരൊറ്റ പോക്ക. എടാ നോക്കരിക്കാണ്ട് ഒന്ന് വന്ന് പിടിക്കടാ. നല്ല തങ്കത്തിന്റെ വിലയുള്ള ബസുമതി അരിയായിരുന്നു. ഇനി അത് ചവിട്ടി നിന്ന് ലെവലാക്കടേ. സാബ്, ഭക്ഷണം ചവിട്ടുകയോ? എങ്ങനെയാടാ ഹിമാറേ, എങ്ങനെ എങ്ങനെ ചവിട്ടി ചവിട്ടി അങ്ങോട്ട് ഒതുക്കടാ. भैया मुझे भूख लगती है, 10 रुपया ले दो। ആ ഇനി അത് മണ്ണിട്ട് മൂടിക്കോ. भैया मुझे भूख लगती है, 10 रुपया ले दो। നിക്ക് നിക്ക് നിക്ക്, ഒരു സെൽഫി എടുക്കട്ടെ. മൊയ്തീൻ ഹാജിക്ക് വാട്സാപ്പിൽ വിടാന്. ഇങ്ങോട്ട് ചേർന്ന് നിക്കടാ. ആ കൈക്കോട്ടൊന്ന് പൊക്കി പിടിച്ച് അതിന് മൂടിക്കോ. അല്ല, നിനക്കൊരു അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ, എന്താ അവളുടെ പേര്? ബസുമതി. ബസുമതിയോ? നല്ല ഉഷാറ് പേരാണല്ലോ. നിക്കാഹ് കഴിഞ്ഞതാണോ? അല്ല. ഓഹോ, നിക്കാഹ് കഴിഞ്ഞില്ലേ? പഠിക്കാണോ? അല്ല അല്ല. പിന്നെ ഇജ്ജ് പറ. മറുകയാ മറുകയാ, മരിച്ചുപോയി. മരിച്ചോ? എങ്ങനെയാ മരിച്ചത്? വിശന്നിട്ടാ മരിച്ചത്. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടാ മരിച്ചത്. പഠിച്ചോനെ, വിശന്നിട്ട് മനുഷ്യന്മാര് മരിക്കോ? ഖദീജ, പേരും പെരുമയും കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടിയതൊക്കെ വലിയ തെറ്റാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ചുറ്റിനും വിശന്ന് പറയുന്ന വയറുകളെ നമ്മള് കാണാതെ പോയി. ഖദീജ, ചെയ്ത തെറ്റ് തിരുത്തണം. നമുക്ക് ബിരിയാണി വെക്കണം. അതെ, എന്നെ പുല്ലോർക്ക് ഗമ കാണിക്കാനല്ല, മൂക്കറ്റം തിന്നോർക്കല്ല, വിശന്ന് വലഞ്ഞ് കരയണ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി നമുക്ക് ബിരിയാണി വെക്കണം. ഖദീജ.